ചമ്പക്കുളത്തു നിന്ന് വന്നൊരു ദേവി, ചെമ്പട്ടണിയുന്ന ഭദ്രകാളി. ചമ്പക്കുളത്തു നിന്ന് വന്നൊരു ദേവി, ചെമ്പട്ടണിയുന്ന ഭദ്രകാളി. താലപ്പൊലിമേളത്തിൽ പൂജിക്കാം കാട്ടിൽ മേക്കതിലമ്മേ ഭദ്രേ. താലപ്പൊലിമേളത്തിൽ പൂജിക്കാം കാട്ടിൽ മേക്കതിലമ്മേ ഭദ്രേ. ചമ്പക്കുളത്തു നിന്നു വന്നൊരു ദേവി, ചെമ്പട്ടണിയുന്ന ഭദ്രകാളി. ചന്ദ്രക്കന ചൂടി മിഴികൾ തുറന്നു, മണിഹാരങ്ങൾ തിരുമാറിൽ ചാർത്താം. ചന്ദ്രക്കന ചൂടി മിഴികൾ തുറന്നു, മണിഹാരങ്ങൾ തിരുമാറിൽ ചാർത്താം. ശംഖനാദം മുഴങ്ങും പൊന്നമ്പലത്തിൻ നട തുറന്നു ദേവഗണം പൂച്ചൊരിഞ്ഞു. ശംഖനാദം മുഴങ്ങും പൊന്നമ്പലത്തിൻ നട തുറന്നു ദേവഗണം പൂച്ചൊരിഞ്ഞു. ചമ്പക്കുളത്തു നിന്ന് വന്നൊരു ദേവി, ചെമ്പട്ടണിയുന്ന ഭദ്രകാളി. താലപ്പൊലിമേളത്തിൽ പൂജിക്കാം കാട്ടിൽ മേക്കതിലമ്മേ ഭദ്രേ. ചമ്പക്കുളത്തു നിന്നു വന്നൊരു ദേവി, ചെമ്പട്ടണിയുന്ന ഭദ്രകാളി. പ്രകൃതിയുടെ വരദാനം പോലെ, ഭക്തരുടെ സുകൃതം പോലെ, ഒരു നാടിനാകെ പ്രകാശം ചുരിഞ്ഞു കുടികൊള്ളുന്ന പൊന്നമ്മ, കാട്ടിൽ മേക്കതിൽ ശ്രീ ഭദ്രകാളി. അഷ്ടദിക്കുകളിലും അനുഗ്രഹം ചൊരിഞ്ഞ് അറബിക്കടലിന്റെ തിരയനക്കം കേട്ട് ഭക്തവത്സലയായി നിറഞ്ഞു നിൽക്കുന്നു കരുണാമയിയായ ദേവി. പല മനകളുടെ നാടായ പന്മനയിൽ ദേവി കനിഞ്ഞനുഗ്രഹിച്ച വരദാനമാണ് പൊന്മന. കലഹങ്ങളില്ലാതെ ദേവിയുടെ ഭക്തവാത്സല്യങ്ങൾ ഏറ്റുവാങ്ങി കഴിഞ്ഞുകൂടി വന്ന സമൂഹത്തിന് ഇന്നും അമ്മ തന്നെയാണ് എല്ലാം. അതുകൊണ്ട് തന്നെ അമ്മയെ കാണാൻ നിത്യവും ഭക്തർ ഇവിടേക്ക് ഒഴുകിയെത്തുന്നു. കരിമണ്ണിന്റെ നാട്ടിൽ ആർത്തലയ്ക്കുന്ന അറബിക്കടലിന്റെ തിരമാലകളെ സാക്ഷിയാക്കി സർവാഭരണ വിഭൂഷിതയായി നിലകൊള്ളുന്ന ചൈതന്യവതിയായ അമ്മയുടെ പെരുമ ഇന്ന് കടലും മലയും കടന്ന് ദൂരദിക്കുകളിലേക്ക് എത്തിയിരിക്കുന്നു. അമ്മയുടെ അവദാനങ്ങൾ കേട്ടറിഞ്ഞെത്തുന്നവരുടെ എണ്ണം ദിനം പ്രതി കൂടി വരികയാണ്. കൊട്ടാരത്തും കടവിലെത്തി TS കനാൽ കടന്ന് പൊന്മനയുടെ മണ്ണിലൂടെ അമ്മയ്ക്ക് മുന്നിലെത്താൻ കൊതിക്കുന്നവർക്ക് കൊതിതീരെ ദർശനമരുളുന്ന മഹാപുണ്യമാണ് അമ്മയുടെ തിരുവുത്സവം. വൃശ്ചികം 1 കൊടിയേറി 12 നാൾ നീളുന്ന ഭക്തിയുടെ പവിത്ര കർമ്മകാലമാണ് വൃശ്ചികോത്സവം. ക്ഷേത്രത്തിനു മുന്നിലെ പഞ്ചാരമണ്ണിൽ കെട്ടിയുയർത്തിയ കുടിലുകളിൽ കെടാതെ കത്തിച്ചുവെച്ച നിലവിളക്കിനു മുന്നിൽ നിത്യവും അമ്മയെ പൂജിച്ച് ഭക്തർ ആത്മനിർവൃതി അടയുന്നു. ഭക്തരുടെ വിശുദ്ധവും നിർമ്മലവുമായ ഭക്തിക്ക് മുന്നിൽ സമാധാനവും ശാന്തിയും നിറഞ്ഞ ഐശ്വര്യപൂർണമായ ജീവിത സൗഭാഗ്യം വരദാനമായി ചൊരിയുന്ന ആശ്രിതവത്സലയായ ജഗദംബിക കുടികൊള്ളുന്ന പുണ്യഭൂമിയിൽ 12 ദിവസത്തെ വൃശ്ചികച്ചിറപ്പ് മഹോത്സവത്തിന് ഭക്തി ആദരപൂർവ്വമാണ് തുടക്കം കുറിച്ചിരിക്കുന്നത്. വൃശ്ചികം 1-ാം തീയതി മുതൽ 12-ാം തീയതി വരെ ഭൗതിക സുഖങ്ങൾ ഉപേക്ഷിച്ച് വ്രതനിഷ്ഠയോടെ പർണശാലകളിൽ ഭജനമിരിക്കുന്ന ഭക്തർ അനൂപമായ ദേവീ ചൈതന്യം ഏറ്റുവാങ്ങിയാണ് സ്വഭവനങ്ങളിലേക്ക് മടങ്ങുന്നത്. നീ നിന്റെ സ്നേഹം സംഗീതമായി, നീ നിന്റെ സ്നേഹം സംഗീതമായി അനുഭൂതിയായി എന്നിൽ ചൊരിയുകയായി.
തരംഗ കൃതന്ത വിഹാരിണി നന്ദവരാംഗി സരസ്വതി ആനന്ദമേ ചതുർബാഹുവല്ലേ നീ ജഗദീശ്വരി കാട്ടിൽ മേക്കതിൽ വാഴും ശ്രീരൂപിണി. ഈ പുണ്യപുരാതന ക്ഷേത്രം ആത്മീയതയുടെ ഉത്തുംഗഭാവത്തോടെ നിലകൊള്ളുന്നു. ഭക്തിയും യുക്തിയും മനുഷ്യനെ കർമ്മോന്മുഖനാക്കുന്നു. നിർമ്മല ഭക്തിയോടെ ദേവിയെ ദർശിക്കുന്നവർക്ക് ഇത് സാധ്യമാകുന്നതിൻ്റെ തെളിവാണ് പൊന്മന കാട്ടിൽ മേക്കതിൽ ദേവീക്ഷേത്രം. ഭജനക്കുടിലുകളിലും ഭക്തമനസ്സിലും ശരണമന്ത്രങ്ങൾ ഉയരുന്ന കാട്ടിലമ്മയുടെ വൃശ്ചിക മഹോത്സവത്തിന്റെ പുണ്യവേളയിലാണ് ഭക്തർ. വിധിയുടെ വിളയാട്ടത്തിൽ ജനിച്ച മണ്ണ വിട്ടുപോയവർക്കുള്ള പുനഃസമാഗമത്തിന്റെ വേദിയാണ് കരുണാമയിയായ ദേവിയുടെ തിരുവുത്സവം. പിണക്കവും പരിഭവവും മറന്ന് ഒത്തുചേർന്ന ഭക്തിയുടെ പരമപുണ്യം അവർ നുകരുന്നു. തിരമാലകളും കാറ്റും മഴയും വെയിലുമേറ്റ് മേൽക്കൂരയില്ലാതെ വാണരുളുന്ന ദേവിയുടെ ഉത്സവകാലം ഇന്ന് കൊല്ലം ജില്ലയിലെ തന്നെ വിശേഷപ്പെട്ട കാലം കൂടിയാണ്. ക്ഷേത്രാങ്കണത്തിൽ നിലകൊള്ളുന്ന ദേവി കുടിയിരിക്കുന്ന അത്ഭുത പേരാൽ കുടമണികളുടെ നാദം കാറ്റിലലിയാതെ സദാ ഇമ്പം പകർന്ന് മുഴങ്ങിക്കൊണ്ടിരിക്കുന്ന അത്ഭുത കാഴ്ച. അഭീഷ്ടകാര്യസിദ്ധിക്കായി പൂജിച്ച് പേരാലിൻ കൊമ്പിൽ മണികെട്ടുന്ന ഭക്തിനിർഭരമായ പുണ്യം മറ്റെവിടെയാണ് ദർശിക്കാനാകുക? ആൽമരത്തെ 7 വലം വെച്ച് തൊഴുതു പ്രാർത്ഥിക്കുന്നവരുടെ വിളികേട്ട് പേരാലിന്റെ അകക്കണ്ണിൽ സദാ തുറന്ന കണ്ണുമായി അമ്മ കാതോർക്കുന്നതാണ് ഭക്തരുടെ ആശ്വാസവും പ്രതീക്ഷയും. അമ്മയെ നൊന്തുവിളിച്ചു പ്രാർത്ഥിച്ചവരുടെ അനുഭവ സാക്ഷ്യം തന്നെ അതിന് നിതാന്ത തെളിവാണ്. കാലം ഒരുപാട് പിന്നിട്ട ഈ പുണ്യപുരാതന ക്ഷേത്രത്തിൽ ഉറവ പറ്റാത്ത അത്ഭുത കിണർ മറ്റൊരു ദേവീ ചൈതന്യത്തിന്റെ പ്രതീകമാണ്. 50 മീറ്ററിനപ്പുറവും ഇപ്പുറവുമായി കടലും കായലും നിലകൊള്ളുന്ന മണ്ണിൽ തെളിനീരായി കുടിനീരായി ഉപ്പിന്റെ അംശം തീരെയില്ലാത്ത അത്ഭുത കിണർ. ഭക്തിയോടെ കാണുന്ന തീർത്ഥക്കിണറിനെ അത്ഭുതമല്ലാതെ വിശേഷിപ്പിക്കാനാകാത്ത പരമസത്യമായി ഇന്നും അനേക ലക്ഷങ്ങൾക്ക് പുണ്യതീർത്ഥം പകർന്ന് നിലകൊള്ളുന്നു. അനന്തമായി നീളുന്ന സാഗരക്കാഴ്ചയ്ക്ക് മുന്നിൽ അമ്മ സർവം പരിത്യാഗിയായി അഷ്ടദിക്കുകൾക്കും സർവ്വ ഐശ്വര്യവും പകർന്ന് കുടികൊള്ളുന്ന മണ്ണിന് ഇന്ന് ആനന്ദലബ്ധിയുടെ സന്തോഷാവസരമാണ്. 1000-ഓളം വരുന്ന ഭജനക്കുടിലുകൾ. വൃശ്ചികം 1 മുതൽ 12 വരെ കെടാത്ത നിലവിളക്കുമായി ഭക്തർ കുടിലിൽ ശരണമന്ത്രങ്ങളോടെ കഴിയുന്നു. ദൂരദിക്കുകളിൽ നിന്നുപോലും സർവവും വെടിഞ്ഞ് ആത്മീയ സുഖം മാത്രം തേടി മത്സ്യമാംസാദികൾ വെടിഞ്ഞ് 10,000-ഓളം പേർ ഈ പുണ്യഭൂമിയിൽ അമ്മയുടെ ദർശനത്തിനായി കാത്തുകഴിയുന്നു. ശതകലശാഭിഷേകത്തോടെ തുടങ്ങിയ വൃശ്ചിക മഹോത്സവം ലോക പ്രശസ്തമാണ് ഇന്ന്. പറഞ്ഞും പാടിയും അറിഞ്ഞും കേട്ടുമെത്തുന്നവരുടെ എണ്ണം നാൾക്കുനാൾ ഏറിവരുന്നു. ഓരോ വൃശ്ചിക മഹോത്സവം എത്തുമ്പോൾ ഭജനക്കുടിലുകളുടെ എണ്ണം ഏറിവരുന്നത് അമ്മയുടെ മറ്റൊരനുഗ്രഹം. കാലാധിവർത്തിയായി നന്മകൾ ചൊരിഞ്ഞ് അഭീഷ്ടവരദായിനിയായി വിരാജിക്കുന്ന സ്നേഹമയിയുടെ കാരുണ്യകടാക്ഷങ്ങൾ പാടിയാലും പറഞ്ഞാലും തീരില്ല. കടലോരവാസിനി എന്നമ്മ കാളിയമ്മ, കരിനീല വർണ്ണ മനോഹരിയായി വാഴുമമ്മ, കാട്ടിൽ നടയിലെ കോവിലിനുള്ളിലായി കരുണതൻ ഭാവമമ്മ ശ്രീദേവി. കടലോരവാസിനി എന്നമ്മ കാളിയമ്മ, കരിനീല വർണ്ണ മനോഹരിയായി വാഴുമമ്മ, കാട്ടിൽ നടയിലെ കോവിലിനുള്ളിലായി കരുണതൻ ഭാവമമ്മ ശ്രീദേവി. കടലോരവാസിനി എന്നമ്മ കാളിയമ്മ. വൃശ്ചികം 1 കൊടിയേറി തിരുവാറാട്ടോടെ 12 നാളുകൾ കൊണ്ട് സമാപിക്കുന്ന വൃശ്ചിക മഹോത്സവത്തിന്റെ മറ്റൊരു പ്രത്യേകതയാണ് സമൂഹ അന്നദാനം. കലവറ നിറയെ സ്നേഹവും എത്ര വിളമ്പിയാലും തീരാത്ത അക്ഷയപാത്രം പോലെയാണ് കാട്ടിൽ ക്ഷേത്രത്തിലെ അന്നദാനത്തെ വിശേഷിപ്പിക്കാൻ കഴിയുന്നത്. കടലും കായലും സമ്മേളിക്കുന്ന പുണ്യഭൂമിയിൽ കലർപ്പില്ലാത്ത സ്നേഹത്തോടെ ഭജനമിരിക്കുന്ന ഭക്തർക്കും അമ്മയെ കാണാനെത്തുന്നവർക്കും മനസ്സു നിറയെ വിളമ്പി നൽകുന്ന മഹാ അന്നദാനം ക്ഷേത്രവിശ്വാസികളായ നാനാജാതി മതസ്ഥരുടെ സ്നേഹവായ്പിലാണ് നടന്നുവരുന്നത്. സർവം സഹായമായി ക്ഷേത്രഭരണസമിതിയും ഒത്തുചേർന്ന് കെങ്കേമമായാണ് 12 നാളിൽ 3 നേരം നൽകുന്ന പവിത്രമായ അന്നദാനം. ഭക്തിയും ആത്മീയതയും നിറയുന്ന അമ്മയുടെ തിരുവുത്സവം ദർശിക്കാൻ എത്തുന്നവരാൽ നിറഞ്ഞിരിക്കുകയാണ് ക്ഷേത്രവും പരിസരവും. തങ്കയങ്കി ചാർത്തി ദർശനമരുളുന്ന ദേവിയെ കാണാൻ വൃശ്ചികോത്സവത്തിന്റെ അവസാന നാളുകളിൽ അഭൂതപൂർവമായ തിരക്കാണ് അനുഭവപ്പെടുന്നത്. ഭക്തരാൽ നിറഞ്ഞു കവിഞ്ഞ് ഒഴുകിയെത്തുന്ന ജങ്കാറുകൾ അമ്മയുടെ കീർത്തിയുടെ മറ്റൊരു തെളിവ്. സുനാമി തിരമാലകൾ ഒരു ദേശത്തെയാകെ വിഴുങ്ങിയപ്പോഴും കരയെ അപ്പാടെ കവർന്നെടുത്തപ്പോഴും
അമ്മയ്ക്ക് മുന്നിൽ കലിപൂണ്ട കടൽ പോലും നിശ്ചലമായത് ഇന്നും അത്ഭുത ദൃഷ്ടാന്തമായി നിലകൊള്ളുമ്പോൾ അനുഗ്രഹങ്ങളുടെ 1000 തിരമാലകളായി ഭക്തമനസ്സിൽ പുണ്യത്തിന്റെ കുളിർമഴ ചൊരിയുകയാണ് പൊന്മന കാട്ടിൽ മേക്കതിൽ ദേവി. അതുകൊണ്ട് തന്നെ ഭക്തമനസ്സുകൾക്ക് സുഹൃതമാണ്, സാന്ത്വനമാണ്, വികാരമാണ്, പുണ്യമാണ് വൃശ്ചിക ദിനരാത്രങ്ങൾ. മോക്ഷകാരിണിയമ്മ കാളിയമ്മ എൻ ജീവദായിനിയമ്മ എന്നമ്മ കാളിയമ്മ പൊന്മനയിൽ വാഴുമമ്മ എൻ മോക്ഷകാരി